ചേച്ചി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിരിക്കോ? അതെ, ഈ പ്രഗ്നൻസി സ്ട്രിപ്പില് 2 വരെ കണ്ടില്ലേ? ഇത് പോസിറ്റീവാ. അപ്പൊ ദർശനേച്ചി പ്രഗ്നന്റ് ആണല്ലേ? അടിപൊളി. സംശയമൊന്നും വേണ്ടെന്നേ, ഇത് കൺഫേമാ. ഇപ്പോഴേ എല്ലാരും ആദ്യം പ്രഗ്നൻസി ഉറപ്പിക്കുന്നതേ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാ. നീ ഇതും കൊണ്ട് എങ്ങോട്ട് പോവാ? ഓ, ഇത് സത്യമാവണേ. വാ, നമുക്കേ ഇതിപ്പോ തന്നെ ആന്റി അറിയിക്കാം. അതോ രൂപേഷേട്ടനെയോ? വേണ്ട, ആദ്യം ആന്റിയുടെ മുറിയിൽ പോവാം. അവിടെ ആകുമ്പോ അമ്മയുണ്ട്. കല്യാണത്തിന് മുന്നേ ഈ ഹാപ്പി ന്യൂസ് വന്നത് എന്തായാലും നന്നായി. വഴക്കും പിണക്കും ഒക്കെ ആയി എന്റെ കല്യാണത്തിന് സകല കളറും പോയി കിടക്കുമായിരുന്നു. നിന്റെ ചേച്ചിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. രൂപേഷേട്ടനാണെങ്കിൽ കല്യാണത്തിന്റെ ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക. പക്ഷെ ദർശനേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ മരുവത്തൂര് സട കുടഞ്ഞ് എണീക്കില്ലേ? വാ, നമുക്കിപ്പൊ തന്നെ എല്ലാവരോടും പറയാം. ആന്റിക്ക് എന്താ പറ്റിയേ? തലവേദനയാണോ? എല്ലാ തലവേദനയും കൂടി കൂട്ടത്തോടെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യാനാ? എല്ലാ തലവേദനകളും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന ഒരൊറ്റമൂലിയും കൊണ്ടാ നമ്മുടെ അഞ്ജനക്കുട്ടി ഇപ്പൊ വന്നേക്കുന്ന. അമ്മ ഇതൊന്ന് വായിച്ചു നോക്കിയേ. അയ്യോ എടുത്തി, ഇതൊന്ന് വായിച്ചേ. വായിച്ചേ. ഈശ്വര, ഭഗവാനെ, ഈ സ്ട്രിപ്പ് എവിടുന്നാ നിനക്ക് കിട്ടിയത്? ഈശ്വര, മോളെ, മോൾക്കിപ്പോ സന്തോഷമായില്ലേ? എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും. വീണേ, നിന്റെ കല്യാണത്തിന് തൊട്ടു മുൻപാ ഈ സന്തോഷ വാർത്ത. അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെയും തേടി വരട്ടെ. നീ പോയി രൂപേഷിനെ വിളിച്ചോണ്ട് വാ. അവനല്ലേ ഈ വിശേഷം ആദ്യം അറിയേണ്ടത്. അവന്റെ ഒരു തുള്ളലും ചൂടാവലും. വേഗം വിളിച്ചോണ്ട് വാ. ആര് പോയി വിളിച്ചാലും കൊള്ളാം. തൽക്കാലം ഈ സന്തോഷം അവനോട് പറയേണ്ടത് ദർശനയാ. അവള് ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞത്? അവള് വരട്ടെ. അത് പോരെ എടുത്തി. അവളിവിടെ വെറുതെ വന്ന് കേറിയ പോരാ. ആരതി ഒഴിഞ്ഞ് അവള് സ്വീകരിക്കണം, മധുരവും കൊടുക്കണം. ശരി, വീണ് പോയി രൂപേഷിനെ വിളിച്ചോണ്ട് വാ. കാര്യം എന്താണെന്നൊന്നും പറയണ്ട. ദർശനെ കൊണ്ട് വേണം നമുക്കിത് പറയിപ്പിക്കാൻ. കേട്ടല്ലോ? അഞ്ജനയുടെ സന്തോഷം കണ്ടില്ലേ?
ചേച്ചിയോടുള്ള അവളുടെ സ്നേഹം അതാണ് ശരിക്കുള്ള സഹോദര ബന്ധം. ഇവിടെ പരസ്പരം കണ്ടാൽ എല്ലാരും കൊത്തി കീറുകയാണ്, കീരിയും പാമ്പും പോലെ. വീണയും ശ്രേയയും തമ്മിൽ കിട മത്സരം. യതിയും ഗീതമയും കാണുമ്പോ ചിരിച്ചും കെട്ടിപ്പിടിച്ചും നടക്കുമെങ്കിലും യതിക്ക് നിന്നോടുള്ള സ്നേഹം എന്താണെന്ന് ഗീതമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാലോ. അതാ ഞാൻ പറഞ്ഞത്, ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാവരും കണ്ടുപഠിക്കണം. താലി പൂജിക്കാൻ ചെന്നപ്പോ അമ്പലത്തിലെ പൂജാരി എന്നോട് പറഞ്ഞു, മരുവത്തൂരിൽ പുതിയ തലമുറക്കാരൻ വരുന്നു. ആർക്കോ കുഞ്ഞു പിറക്കാൻ പോകുന്നു. ഇവിടുത്തെ പെൺകുട്ടികളിൽ ആരോ ഗർഭിണിയാണെന്ന്. ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ അന്നിവിടെ ഹൽദി ചടങ്ങിനിടയിൽ എന്നെ കൊല്ലാൻ തോക്കുമായി വന്നില്ലേ കൃഷ്ണൻ? അതേ കൃഷ്ണൻ തന്നെ ഇന്ന് അമ്പലത്തിനടുത്തുള്ള കാവിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ വന്നു. തോക്കുമായി തന്നെ. എനിക്കറിയാം, അവനെ പറഞ്ഞു വിട്ടത് പവിത്രൻ തന്നെയാ. കാറിലിരുന്ന് തന്നെ അവൻ അയാളോട് ഞാൻ കേൾക്കാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചപ്പോ ഗിരിജയാ വിളിച്ചതെന്ന് കള്ളം പറഞ്ഞു. അതിനർത്ഥം ഇതുവരെ ഒളിഞ്ഞും മറിഞ്ഞും എനിക്കെതിരെ നിന്ന പവിത്രൻ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്ന്. അവനെ പ്രകോപിപ്പിച്ചത് ദർശനയാണെങ്കിലും യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കിന്ന് തിരിച്ചറിയാൻ പറ്റി. എല്ലാ പ്രശ്നങ്ങളും ദർശന ഗർഭിണിയാണെന്നറിയുന്നതോടെ അവസാനിക്കുവേട്ടത്തി. രൂപേഷും ദർശനയും കൈ ചേർത്ത് നിന്നാൽ പവിത്രനും ഗിരിജയെന്നും ഏട്ടത്തിയുടെ കൺവെട്ടത്ത് പോലും വരില്ല. അതെ, അതുകൊണ്ടല്ലേ ദർശന ഈ വീട് വിട്ടു പോവുകയാണെങ്കിൽ ഞാനും ഒപ്പം പോവുമെന്ന് പറഞ്ഞത്. അവള് പോയാൽ ഈ മരുവത്തൂരിൽ നിന്ന് ഐശ്വര്യം കുടിയിറങ്ങി പോയതുപോലെയാ. ദർശന വണ്ടി നിർത്ത്. എന്താ ശ്രേയ,